ഹലോ കുട്ടീസ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു തട്ടിപ്പ് വെജ് ബിരിയാണിയുടെ വീഡിയോ ആയിട്ടാണ്. നീയേ തട്ടിപ്പ് ഉടായിപ്പുവാണ്, പിന്നെ നിൻ്റെ ബിരിയാണി എങ്ങനെയാണെന്ന് ചോദിക്കല്ലേ. ഞാനതിന് ഉരുളക്കിഴങ്ങ്, സവോള, ബീൻസ്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സോയാബീൻ എടുത്തിട്ടുണ്ട്. അതുപോലെ 2 ഗ്ലാസ് അരി ഞാൻ വെള്ളം വാർത്തെടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് അരി ആയതുകൊണ്ട് തന്നെ ഞാൻ 4 ഗ്ലാസ് വെള്ളം ഒരു കപ്പിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഗ്യാസ് ഓൺ ചെയ്തു. നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കത്തിച്ചു. നമ്മളെ പാത്രം ചൂടായിട്ടുണ്ടേ. അപ്പം നമുക്കതിലേക്ക് നേരെ ഡാൽഡ ഇട്ട് കൊടുക്കാം. ഞാൻ ഡാൽഡേൻ്റെ കൂടെ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഡാൽഡേൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആ വെളിച്ചെണ്ണ ചേർത്തു. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പല അപശബ്ദങ്ങളും കേൾക്കും കേട്ടോ, അതൊന്നും നോക്കണ്ട. അതുപോലെ പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇട്ടു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ നമ്മുടെ വെള്ളം വാർത്ത് വെച്ചിരിക്കുന്ന സോയാബീനും ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പച്ചക്കറികൾ ഇടുകയാണ്. ഉരുളക്കിഴങ്ങിട്ടു, ക്യാരറ്റ്, ബീൻസ്, സവോള, നമ്മളിതൊക്കെ നമ്മൾ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ആ ഒരു ഡാൽഡയിലും വെളിച്ചെണ്ണയിലും കിടന്നിട്ട് അതൊന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ നമ്മൾ വഴന്ന് വരാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ആ പച്ചക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ, അധികം ഇട്ടിട്ടില്ല. അതിനുശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ ഞാൻ ചേർക്കുന്നത് ബിരിയാണി മസാലയാണ്. ബിരിയാണി മസാല ഇട്ടതിന് ശേഷം നല്ല രീതിക്ക് നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ആ പച്ചക്കറിയും ആ എണ്ണകളും ബിരിയാണി മസാലയും മൊത്തം ഒന്ന് നല്ല രീതിയിൽ തന്നെ മിക്സായി വരണം. ഇതാ നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ പച്ചക്കറിയും മസാലകളും മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതുവരെ തീ സിമ്മിലാണ് ഉണ്ടായത്, പക്ഷേ ഇനി നമുക്കത് തീ കൂട്ടി വയ്ക്കാം. തീ കൂട്ടി വെച്ച് നേരെ മൂടി വയ്ക്കുകയാണേ, പെട്ടെന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം. നമ്മൾ ആ ഒരു മസാലേൻ്റെ ആ ഒരു സ്മെല്ലും നമ്മളിതൊക്കെ മൊത്തത്തിൽ ഇതാ പൊന്തി വന്നിട്ടുണ്ട്. ആ സോയാബീനൊക്കെ നമുക്കിനി അതിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരി ഇട്ട് കൊടുത്ത് നല്ല രീതിക്ക് തന്നെ അതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം വീണ്ടും നമുക്ക് തീ സിമ്മിലാക്കിയിട്ട് മൂടി വയ്ക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ അരിക്കുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ആ ഉപ്പും കൂടെ ചേർത്തൊന്ന് ഇളക്കി വീണ്ടും മൂടി വയ്ക്കാം. ആ സമയത്ത് നമുക്ക് നമ്മുടെ ഈ ഒരു ബിരിയാണിക്ക് ഒരു സൈഡ് എന്തെങ്കിലും വേണ്ടേ, അതിനുള്ള സംഭവം ഉണ്ടാക്കാം. ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് കാശ്മീരി ചില്ലി, കൂടെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇട്ടത് ഗരം മസാലയാണ്, കൂടെ മഞ്ഞൾപ്പൊടി. അപ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു മസാല ഒന്ന് ജസ്റ്റ് സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആ ഒരു മിക്സ് ചെയ്ത മസാലയിലേക്ക് നമുക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. കുട്ടീസൊക്കെ ഒച്ച ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പുറകുന്ന്. സ്കൂൾ വിട്ട് വന്നതിൻ്റെ ആ ഒരു ബഹളാണേ. ഇനി ആ കോൺഫ്ലവറും കൂടെ ചേർത്തിട്ട് നമുക്ക് ആ മസാല മിക്സ് ചെയ്യാം വീണ്ടും. നല്ല രീതിക്ക് തന്നെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്കതിലേക്ക് കുറച്ച് വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുക്കാം കേട്ടോ വെള്ളം. അപ്പം പെട്ടെന്ന് ഒന്നായിട്ട് ഒഴിച്ചാൽ ചിലപ്പോൾ അധികമായി പോവുണ്ടാവും, അപ്പം പണി പാളുകയും ചെയ്യും. അപ്പം നമ്മൾ കുറേശ്ശെ ആയിട്ട് വെള്ളം ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കോൺഫ്ലവർ.
അപ്പോൾ നമ്മുടെ ആ ഒരു മസാലേൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് നേരത്തെ കുറച്ച് സോയാബീൻ വേറെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം അത് ഇട്ട് വീണ്ടും മസാലയും നമ്മുടെ ഈ സോയാബീനും മിക്സ് ചെയ്ത് വെച്ചു. ഇപ്പോൾ സോയാബീനിൽ ആ ഒരു കോൺഫ്ലവറിൻ്റെ ഒരു കോട്ടിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ റൈസ് എന്തായി നോക്കാം. നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല ആവി വറക്കുന്ന ചൂട് വെജ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതിൽ വേറെ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കേട്ടോ. സിമ്പിൾ വെജ് ബിരിയാണി ആയതുകൊണ്ട്. നമ്മളൊരു ചീനച്ചട്ടി നേരെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പം ചൂടായപ്പോൾ നേരെ വെളിച്ചെണ്ണ ഒഴിച്ചു. നമ്മളിനി അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണേ. കറിവേപ്പില ആ ഒരു വെളിച്ചെണ്ണ കിടക്കുമ്പോൾ ആ ഒരു സ്മെല്ലില്ലേ, അത് സൂപ്പറാണ് കേട്ടോ. അപ്പം നമുക്കിനി അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സോയാബീൻ്റെ ആ ഒരു കൂട്ട് അതിട്ട് കൊടുക്കാം. ഇതിനെന്താ സോയാബീൻ മഞ്ചൂരിയൻ എന്നോ അങ്ങനെ എന്തോ പറയാം. നമ്മുടെ സോയാ മഞ്ചൂരിയൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്കത് വറുത്ത് കോരി മാറ്റാം. നമ്മുടെ സോയാബീൻ മൊത്തം നമ്മൾ ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ സൈഡായിട്ട് നമ്മുടെ ഈ ഒരു വെജ് ബിരിയാണിക്ക് സൈഡായിട്ട് ഈ ഒരു സോയാബീൻ മഞ്ചൂരിയനും പിന്നെ കുറച്ച് സാലഡും ഉണ്ട്. സാലഡും കൂടെയാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ബിരിയാണി ഞാൻ എപ്പോഴത്തെയും പോലെ ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അച്ചാറില്ലാത്തത് കൊണ്ട് ഞാൻ രാവിലെ ദോശയ്ക്ക് ഉണ്ടാക്കിയ സവോളയും തക്കാളിയും കൂടെ വഴറ്റിയ ചട്നി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പപ്പടം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ ഇങ്ങനത്തെ ഇനിയും കുറേ റെസിപ്പീസ് നമ്മളെ ചാനലിൽ വരാനുണ്ട്. അപ്പോൾ അത് നമ്മളെ ചാനലിൽ ഇടുമ്പോൾ തന്നെ കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബായ്.